പി.സി. ജോർജ് BJP അംഗത്വം സ്വീകരിച്ചു. കുറേ കാലമായി അദ്ദേഹം ജനപക്ഷം പാർട്ടി എന്നൊക്കെ പറഞ്ഞ് LDF UDF മുന്നണികളും എടുക്കാതെ അദ്ദേഹം സ്വന്തം നിലയിൽ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയി പോവുകയായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം മധ്യ കേരളത്തിൽ അവർക്ക് ഒരാളെ കിട്ടണം. ഇതുവരെ ഒരു തരത്തിലും ഗ്രിപ്പ് ഉറപ്പിക്കാൻ പറ്റാത്ത, കേരളത്തിൽ തീരെ ഗ്രിപ്പ് ഉറപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും മധ്യ കേരളത്തിൽ അവർക്ക് കുറേ കൂടി ഒരു ബേസ് ഉണ്ടാക്കണമെന്നുണ്ട്. അതിനൊരാളെ തെരഞ്ഞു നടപ്പായിരുന്നു. ഇപ്പോൾ പറ്റിയ ഒരാളെ കിട്ടിയെന്നുള്ളൊരു വിലയിരുത്തൽ സോഷ്യൽ മീഡിയയിലാകെ വരികയാണ്. അപ്പോൾ പി.സി. ജോർജ് BJPയിലേക്ക് പോകുന്നതോടുകൂടി BJPക്കാണോ ഗുണമുണ്ടാവുക, പി.സി. ജോർജിനാണോ ഗുണമുണ്ടാവുക? എങ്ങനെയാണ് ഈ രാഷ്ട്രീയ നീക്കത്തെ നമ്മൾ കാണേണ്ടതെന്നാണ് നമ്മൾ രണ്ടാമതായി സംസാരിക്കുന്നത്. നിഷാദ്, എങ്ങനെ തോന്നി പി.സി. BJPയുടെ ഷോളൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പം? ഷോണും ഉണ്ട്. അല്ല, പി.സി. ജോർജ് BJPയിൽ ചേരുമ്പോൾ BJPക്കാണോ ഗുണമുണ്ടാവുക, പി.സി. ജോർജിനാണോ ഗുണമുണ്ടാവുക എന്ന് ചോദിച്ചാൽ രണ്ടുപേർക്കും ഗുണമുണ്ടാവും എന്ന് പറയാൻ ഇപ്പോൾ പ്രത്യേകിച്ചൊരു കാരണവും നമ്മൾ കാണുന്നില്ല. പി.സി. ജോർജ് ഒരു കാലത്ത് വലിയ തോതിൽ തിളങ്ങി നിന്ന ഒരു നേതാവാണ്. വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന് ഏറ്റവും വലിയ സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ ഐഡിയോളജി ഉണ്ടാക്കിയ ഗ്രിപ്പൊന്നും അല്ലല്ലോ. പി.സി. ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ പാർട്ടി. അദ്ദേഹം ഉണ്ടെങ്കിലേ ആ പാർട്ടിയുള്ളൂ. ആ വ്യക്തിക്കുള്ള വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിനുള്ള സ്വീകാര്യതയുമാണ് ആ പാർട്ടി അല്ലെങ്കിൽ പി.സി. ജോർജ്. അതുകൊണ്ട് എക്സ്പയർഡ് ആയതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞുപോയി. എത്രയോ നാളുകളായി നമ്മളിപ്പോൾ പി.സി. ജോർജിൻ്റെ ശബ്ദം കേട്ടിട്ട്. പി.സി. ജോർജിൻ്റെ ശബ്ദത്തിന് പോലും, അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് പോലും വാർത്താ പ്രാധാന്യം പോലും ഇല്ലാതായി. ആ നിലയ്ക്ക് ഔട്ടായി പോയ ഒരാളാണ് പി.സി. ജോർജ്. എല്ലാ സാധ്യതകളും അദ്ദേഹം ഈ രണ്ട് മുന്നണികളുമായി തേടി. അതിൻ്റെ ഇനിയൊന്നും അവശേഷിക്കുന്നില്ല. എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അദ്ദേഹം BJPക്കൊപ്പം ചേരാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ BJPക്കൊപ്പം ചേരുമ്പോൾ BJPക്ക് എന്താ ഗുണം? പി.സി. ജോർജിനെ പോലെ ക്രിസ്ത്യൻ പേരുള്ള ഒരു ക്രിസ്ത്യൻ നേതാവിനെ കിട്ടിയാൽ അതിൻ്റെ കൂടെ ഇപ്പോൾ കേരളത്തിൽ പരമാവധി ക്രിസ്ത്യൻ സൊസൈറ്റിയെ കൂടെ കൂട്ടാനുള്ള പരിശ്രമമാണ് BJP നടത്തുന്നത്. അപ്പോൾ ഒരു പി.സി. ജോർജ് എന്ന് പേരുള്ള ഒരാളെ കിട്ടിയാൽ അതിൻ്റെ ഗുണം കിട്ടുമോ എന്നാണ് അവർ നോക്കുന്ന കാര്യം. അപ്പോൾ പി.സി. ജോർജ് അങ്ങനെ സമുദായത്തിൻ്റെ പിന്തുണയുള്ള, സമുദായത്താൽ വളർത്തപ്പെട്ട, സമുദായത്തിൻ്റെ ഒരു അരുമയായി വളർത്തപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ലീഡറല്ല. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി പിതാവുമായിട്ടൊക്കെ ദീർഘനാൾ മുഖാമുഖം അടിച്ചു നിന്നിട്ടുള്ള ആളാണ്. ഈ മതി കെട്ടാൻ വിഷയത്തിലൊക്കെ ഭയങ്കരമായ തർക്കമുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. സഭയുമായിട്ടും ക്രിസ്ത്യാനിറ്റിയുമായിട്ടും വല്ല അടുപ്പമുണ്ടെന്ന് തോന്നുന്നത് എങ്ങനെയാണ്? ഒന്ന്, ഇതിന് മുമ്പ് ഒരു പഞ്ചാബിലൊരു ബിഷപ്പ് ഒരു സ്ത്രീപീഡന കേസിൽ പെട്ടപ്പോൾ, ജലന്ധറിലെ ബിഷപ്പ് ഫ്രാങ്കോ, അദ്ദേഹം സ്ത്രീപീഡന കേസിൽ പെട്ടപ്പോൾ പൊതുവേ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ആളുകളില്ല വന്നപ്പോൾ പി.സി. ജോർജ് രംഗത്ത് വന്നു. ക്രിസ്ത്യാനി ആയതുകൊണ്ട് വേട്ടയാടുകയാണെന്നും മറ്റുമൊക്കെ പറഞ്ഞ് ആ സർക്കിളിലേക്ക് ഇടിച്ചു കയറാൻ അദ്ദേഹം നടത്തിയ ഒരു ശ്രമം അതാണ്. പിന്നെ അദ്ദേഹം ഈ നമ്മുടെ ഫേസ്ബുക്കിലെ മറ്റേ ഒരു തീവ്ര സംഘം ഉണ്ടല്ലോ, കാസാം, അവരുടെ കൂടെ അവർ പറയുന്ന വർത്തമാനം കുറേ പറഞ്ഞു നോക്കി. അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങളല്ലാതെ ഔദ്യോഗികമായോ അല്ലെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടോ കത്തോലിക്ക സഭയോ ക്രിസ്ത്യൻ സമുദായമോ ഏറ്റെടുത്ത ഒരു നേതാവല്ല പി.സി. ജോർജ്. പിന്നെ മറ്റൊന്ന്, പി.സി. ജോർജിൻ്റെ ഒരു പ്രധാനപ്പെട്ട പിന്തുണാ കേന്ദ്രം എന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ പൂഞ്ഞാർ, തൊട്ടടുത്തുള്ള കാഞ്ഞിരപ്പള്ളി, അവിടെയൊക്കെയുള്ള ആ പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലടക്കമുള്ള മുസ്ലിം പോക്കറ്റുകളിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ പുതിയ സമീപനം കൊണ്ട് ഇല്ലാതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ജോർജിൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ജോർജിൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതാണ് ജോർജിൻ്റെ സെല്ലിംഗ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. 2019 കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ പി.സി. ജോർജിൻ്റെ പിന്തുണ ആർക്കായിരുന്നു? പി.സി. ജോർജിൻ്റെ പിന്തുണ കെ സുരേന്ദ്രനായിരുന്നു. എന്നിട്ട് കെ സുരേന്ദ്രൻ ജയിച്ചില്ല. കെ സുരേന്ദ്രൻ 2,90,000 വോട്ട് കിട്ടി, 28% സംതിങ് വോട്ട് കിട്ടി. ആ വോട്ട് കിട്ടിയത് പി.സി. ജോർജിൻ്റെ ഗുണമല്ല. 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അവിടെ പത്തനംതിട്ടയിൽ ശബരിമല ഇരിക്കുന്ന സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും അതോടെ പ്രവർത്തിക്കുകയും അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്തു. ഇത്തവണ കെ സുരേന്ദ്രൻ മാറി അവിടെ പി.സി. ജോർജ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പി.സി. ജോർജിൻ്റെ ലക്ഷ്യം പത്തനംതിട്ടയിൽ മത്സരിക്കുക എന്നതാണ്. അവിടെ പി.സി. ജോർജ് വന്നൊന്ന് മത്സരിച്ചാൽ എന്താ സംഭവിക്കുക? കഴിഞ്ഞ തവണ കെ സുരേന്ദ്രന് കിട്ടിയ ശബരിമലയുടെ പേരിൽ കിട്ടിയ വോട്ട് കിട്ടുമോ? ഈ പി.സി. ജോർജിൻ്റെ എല്ലാ BJPക്കാരും BJP സിമ്പതൈസേഴ്സും ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ? ആ ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ശബരിമല ഇത്തവണ ഉണ്ടോ? പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള മണ്ഡലങ്ങൾ ഇതിനകത്തുണ്ടല്ലോ. അവിടെ നിന്ന് പി.സി. ജോർജിന് എന്തുമാത്രം പിന്തുണയുണ്ട്? പി.സി. ജോർജ് അവിടെ നിന്ന് വാഷ് ഔട്ടായി പോയ ആളാണ്. അവിടെ അദ്ദേഹത്തിന് എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിയുക? 2019 കെ സുരേന്ദ്രൻ ഒരു സഹായവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത വിധം അന്നേ തകർന്നു പോയ ഒരു ബിംബത്തെ ഇന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒറ്റയ്ക്ക് നിർത്തി വിജയിപ്പിക്കാമെന്ന് BJPക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു മണ്ടൻ പദ്ധതിയായിരിക്കും. ജോർജിനെ സംബന്ധിച്ച് ജോർജിന് ആ നിലയ്ക്ക് ക്രിസ്ത്യൻ എന്ന നിലയ്ക്ക് സഭയ്ക്കകത്തൊരു വലിയ പിന്തുണയില്ല. ജോർജിനെ പോലെ ഒരു ദുർബല രൂപത്തെ പിന്തുണയ്ക്കുക വഴി സ്വന്തം കപ്പാസിറ്റിയെ ബലി കൊടുക്കാൻ കത്തോലിക്ക സഭ തയ്യാറാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞങ്ങൾ ജോർജിൻ്റെ കൂടെയാണെന്നും അവരെവിടെയും പറയാൻ പോകുന്നില്ല. പറഞ്ഞാൽ അത് ആത്മഹത്യയായിരിക്കും. കാരണം അവരുടെ ബാർഗൈനിങ് കപ്പാസിറ്റിയെ ജോർജിനെ പിന്തുണച്ചുകൊണ്ട് കളയാൻ അവരൊരിക്കലും തയ്യാറാവില്ല. അവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ടോക്സ് ആഗ്രഹിക്കുന്നവരാണ്. മറ്റൊന്ന്,
പത്തനംതിട്ടയിൽ ബി ജെ പിയെ സംബന്ധിച്ച് ജോർജിനെയാണോ ഓപ്റ്റ് ചെയ്യേണ്ടത്, കെ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കുകയാണോ ചെയ്യേണ്ടത് അവർ ആലോചിക്കും. കാരണം പത്തനംതിട്ട അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ്. തിരുവനന്തപുരം, കാസർഗോഡ്, പത്തനംതിട്ട, തൃശ്ശൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, കോഴിക്കോട്, അങ്ങനെ 4-5 എ ക്ലാസ് മണ്ഡലങ്ങളുടെ കൂട്ടത്തിലുള്ള പത്തനംതിട്ട. ആ പത്തനംതിട്ട ജോർജിന് കൊടുത്ത് വലിയ കഴിക്കാൻ അവിടെ ഒരു എന്തെങ്കിലും മത്സരം കാഴ്ചവെക്കണമല്ലോ. അതിന് ബി ജെ പി തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോർജിനൊരു രാഷ്ട്രീയ അഭയമായി. മകൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സാധ്യത കിട്ടുക, ഏതെങ്കിലും തരത്തിലുള്ള പുതിയ സീറ്റുകൾ കിട്ടുക, അനിൽ ആൻ്റണിക്കോ കിട്ടിയല്ലോ, അതുപോലെ എന്തെങ്കിലും കിട്ടുന്നതിനുള്ളൊരു സാധ്യത തുറക്കുക എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ ബി ജെ പി ഇപ്പം ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലുള്ള കൺസോളിഡേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയം എന്ന ബി ജെ പിയുടെ ആശയത്തിന് ഏതെങ്കിലും തരത്തിൽ കരുത്ത് പകരാൻ തക്കവണ്ണം ഇനിയൊരു ശേഷി, പ്രഭാവം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോർജിൻ്റെ ഏകശേഷിയ വ്യക്തി എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാവമാണ്, വേറെ ഗ്രൗണ്ടൊന്നുമില്ല. വ്യക്തിപ്രഭാവത്തിൻ്റെ എല്ലാ സാധ്യതകളും അവസാനിച്ച ഒരാൾക്ക് ഇനി ബി ജെ പിയോട്, കാരണം അദ്ദേഹം ഏതുവഴിയൊക്കെയാണ് വളഞ്ഞ് വന്ന് നമ്മൾ കണ്ടു, ഏതൊക്കെ പൊസിഷൻ പറയുന്നത് കേട്ടും നമ്മൾ കണ്ടു. അപ്പം ആളുകൾ വാല്യൂ ചെയ്യുന്നില്ല. ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് പോലും ജോർജ് ഞാനും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പിന്തുണയ്ക്കാൻ അവർ ആൾക്കാരെ അവശേഷിക്കുന്നില്ല. കാരണം അവരൊരു ക്വാളിറ്റേറ്റീവ് പൊളിറ്റിക്സ് ആഗ്രഹിക്കുന്നവരാണ്. സോ അതുകൊണ്ട് കേരളത്തിൽ നിന്ന് കൂടുതൽ ക്രിസ്ത്യാനികൾ ഓപ്റ്റ് അനിൽ ആൻ്റണി വരുന്നു, PC ജോർജ് വരുന്നു, ഷോൺ ജോർജ് വരുന്നു എന്നൊക്കെ ഇവർക്ക് പറയാം. അത് പറയുന്നത് അവർ ബി ജെ പിക്ക് ഗുണമുണ്ടാക്കും. അതർവൈസ് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് വിചാരിക്കാൻ പറ്റിയ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്. അജിംസ്, പത്തനംതിട്ട സീറ്റാണോ PC-യുടെ ലക്ഷ്യം? BJP അവിടെ നിർത്തുമോ പുള്ളി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നിഷാദ് പറഞ്ഞത്ര ഗൗരവത്തിലൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരാളാണ് PC ജോർജ്. നിഷാദ് എന്തൊക്കെയാണ് പറയുന്നത്, ഭയങ്കര ഗൗരവത്തിൽ പറയുന്നത്. എനിക്കിതൊരു തമാശയായിട്ടാണ് തോന്നുന്നത്, സീരിയസ്ലി. കാരണം PC ജോർജിനെ എനിക്ക് 2006 മുതൽ ഞാൻ അകലെ നിന്ന് വീക്ഷിക്കുന്ന ഒരാളാണ്. അങ്ങനെ എനിക്കങ്ങനെ പരിചയബന്ധമൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ പുള്ളി എന്നെയൊക്കെ വിളിച്ചിട്ട് ഭയങ്കര പരിചയം പോലെയൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. എവിടെയാണ് അജിംസി എന്ന് ചോദിച്ചത്. അത് പുള്ളിയുടെ രീതി അങ്ങനെയാണ്. മാധ്യമപ്രവർത്തകരോട് വളരെ അടുപ്പത്തിൽ സംസാരിക്കുക, അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ബുദ്ധിമാനായ ഒരു തന്ത്രശാലിയായ മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ തന്ത്രജ്ഞത ഈ LDF-ൻ്റെ കൂടെ നിൽക്കുമ്പോൾ VS-നൊപ്പം നിൽക്കുക. LDF-ൽ ഉണ്ടാകും ഇപ്പോൾ കേരള കോൺഗ്രസ് സെക്യുലറോ ജനപക്ഷം കേരള കോൺഗ്രസ് സെക്യുലർ, അങ്ങനെയാണ് അതിൻ്റെ പാർട്ടി. സെക്യുലർ കേരള കോൺഗ്രസ് ആയിരുന്നു അന്ന്. LDF-ൽ നിൽക്കുമ്പോൾ LDF-ൻ്റെ കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹം VS-നൊപ്പം നിൽക്കുക. അത് മതിവട്ടഞ്ചാലിൽ പോകുമ്പോഴാണെങ്കിലും മൂന്നാറിൽ പോകുമ്പോഴാണെങ്കിലും എവിടെയാണ് VS-നൊപ്പമാണ്. അപ്പോൾ VS-ന് വേണ്ടി മാധ്യമങ്ങളെ മാനേജ് ചെയ്യുക, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇതിന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുക, അതൊക്കെ ചെയ്യുന്ന വളരെ തന്ത്രജ്ഞരാണ്. പിന്നെ കേരള കോൺഗ്രസിലെ ലയനത്തെ തുടർന്ന് പിന്നെ ഒരു UDF പോകുന്നു. UDF-ൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും വലിയ തലവേദനായിരുന്നു, പ്രതിപക്ഷമായിരുന്നില്ല, VS അച്യുതാനന്ദനായിരുന്നില്ല, PC ജോർജ് ആയിരുന്നു. അപ്പോൾ എവിടെയാണെങ്കിലും അവിടുത്തെ ഔദ്യോഗിക നേതൃത്വത്തിന് തലവേദനയാവുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. LDF-ലായിരുന്നു പിണറായി വിജയന് തലവേദനയാണ്, അദ്ദേഹം VS-ൻ്റെ ഒപ്പമായിരുന്നു. UDF-ൽ നമുക്ക് ഉമ്മൻചാണ്ടിക്ക് തലവേദനയായി. ഇല്ലാത്ത ഗുലുമാൽ മുഴുവൻ ഉണ്ടാക്കി ചീഫ് വിപ്പ് എന്ന പേരിൽ ആ വിപ്പ് എന്ന വാക്കിന് നടുക്ക് ഒരു രാ കൂടി വരുന്ന രീതിയിലേക്ക് ആളുകൾ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ തുടങ്ങി. അവസാനം അത് എവിടം വരെ പോയി അവസാനം ജനപക്ഷം എന്നൊക്കെ പറഞ്ഞ് നടന്ന് ജനപക്ഷം അതിലും ക്ലച്ച് പിടിക്കാതായി. പിന്നെ പച്ചയ്ക്ക് പറയാൻ തുടങ്ങി വർഗീയത. അതിൽ അദ്ദേഹത്തിന് പാളിപ്പോയി. പച്ചയ്ക്ക് വർഗീയത പറയാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് പാളിപ്പോയത്. കാരണം അദ്ദേഹത്തിൻ്റെ ബേസ് നിഷാദ് പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ടയായിരുന്നു. ആ പേട്ട എന്നുള്ള പോയി പിന്നെ ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ ആളുകൾ കൂവി ഓടിക്കുന്ന വിഷയമൊക്കെ നമ്മൾ കണ്ടാണ്. ഇല്ലേ, ഈരാറ്റുപേട്ടയല്ലേ കൂവി ഓടിക്കുന്ന വിഷയം കണ്ടു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഇതെന്താണ്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് അല്ലേ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വന്ന് വർഗീയത പറഞ്ഞു, അതിൻ്റെ പേരിൽ കേസായി, അറസ്റ്റായി. ഇപ്പോൾ ഒരു നനഞ്ഞ പടക്കം മാത്രമാണ് PC ജോർജ്. ഇങ്ങനെ എനിക്ക് BJPയെ പറ്റി ആലോചിക്കുമ്പോൾ സഹതാപം കേരള BJPയോട് തോന്നുന്നതിന് കാരണം ഇങ്ങനെയുള്ള നനഞ്ഞ പടക്കങ്ങൾ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. സീരിയസ്ലി ഇപ്പം BJP തന്നെ ബാക്കിയെല്ലാം മാറ്റി നിർത്തിയാൽ BJPയിൽ നന്നായി രാഷ്ട്രീയം പറയുന്ന, രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് എത്രയുണ്ട്? നമുക്ക് തന്നെ പരിചയമുണ്ടല്ലോ, കുറേ അധികം ആൾക്കാർ അതിൽ രാഷ്ട്രീയം പറയുന്നവരുണ്ട്. അവർക്ക് അത്തരം ആളുകളെ വളർത്തിക്കൊണ്ടുവരാനോ അവരെ മുന്നണിയിൽ നിർത്താനോ അവരെ മുന്നിൽ വെച്ച് വോട്ട് നേടാനോ അവരെ മുന്നിൽ വെച്ച് രാഷ്ട്രീയ പ്രചരണം നടത്താനോ അല്ല BJP ശ്രമിക്കുന്നത്. പകരം ഇത്തരം പടക്കങ്ങൾ കൊണ്ടുവന്ന്, നനഞ്ഞ പടക്കങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എന്തോ ചെയ്യാൻ പോകണം. അതിപ്പോൾ സുരേഷ് ഗോപി ആയാലും AP അബ്ദുള്ളക്കുട്ടി ആയാലും അൽഫോൺസ് കണ്ണന്താനായാലും PC ജോർജ് ആയാലും ഇതാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ്?